ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇതുപോലൊക്കെ ക്രിസ്മസ് ട്രീ ആണ്. വളരെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ക്രിസ്മസ് ഇങ്ങനെ അടുത്ത് പോയെന്ന് എനിക്കറിയാം. ഞാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി വീഡിയോയുടെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇത് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ അല്ലാതെ മേടിക്കാനല്ല, നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കാണുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാം. വീട്ടിലിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ട് ഇതുകൊണ്ട് ഒരു PVC ബോക്സ് എടുത്തിട്ടുണ്ട്. ഇത് ഹോളൊന്നും ഇടാത്ത ടൈപ്പാണ് ഈ മേടിച്ചിരിക്കുന്നത്. നമ്മുടെ ഇലക്ട്രിക്കൽ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന കറുത്ത ടൈപ്പ് PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ചാണ് ഈ നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് രണ്ടും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ PVC ബോക്സിൻ്റെ സെൻറ്ററിലോട്ട് ഞാൻ ഇതുപോണക്കൊരു പീസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുകൊണ്ട് സെൻറ്ററിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്കോട്ട് വേണം നമുക്ക് ആ പൈപ്പ് ഫിറ്റ് ചെയ്തെടുക്കാൻ. പൈപ്പ് അല്ലാതെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ പീസ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു കറക്റ്റ് PVC പൈപ്പ് കയറി കിടക്കും. നമുക്ക് ഇതിലോട്ട് വെച്ച് ഫിറ്റ് ചെയ്താൽ മാത്രം മതിയാകും. നമുക്ക് അഴിച്ചെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തെടുത്തത്. എന്നിട്ട് നമുക്ക് ഇതിന് നടുക്കോട്ട് ഇത് ശകലം ഗ്ലൂ ഇട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഒരു ശകലം കൂടെ ഉറപ്പ് കിട്ടാനായിട്ട് നമുക്ക് ഇവിടെ രണ്ട് സ്ക്രൂ ഇടാൻ വേണ്ടി രണ്ട് ഹോൾ അടിച്ച് കൊടുക്കാൻ വേണ്ടി രണ്ട് സ്ക്രൂ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലത്തെ രണ്ട് സ്ക്രൂ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതാകുമ്പോൾ ഒന്നുകൂടെ ടൈറ്റായിട്ടിരുന്നോളും. ഓക്കെ, നല്ലവണ്ണം കമ്പിൾ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ നടുക്കൂടെ ഉണ്ടോ PVC പൈപ്പ് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. കണ്ടല്ലേ, കറക്റ്റായിട്ട് ബാലൻസ് ആയിട്ടിരുന്നോളും. ഇനി ഈ പൈപ്പിൻ്റെ ഏകദേശം ഈ ഒരു ഹൈറ്റ് വെച്ച് നമുക്ക് ഒരു ഹോൾ അടിച്ച് കൊടുക്കാം. ഇവിടം തൊട്ടാണ് നമ്മുടെ ട്രീയുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ വേണ്ടി ഇത് ചെയ്യാം. നിങ്ങൾക്ക് ഇച്ചിരി താഴെ വെച്ച് ചെയ്യണോ അല്ലെങ്കിൽ ഇച്ചിരി മേലെ വെച്ചാണോ നിങ്ങളുടെ ഐഡിയ ആണ് എങ്ങനെയാണ് ചെയ്യണത്. ഇപ്പോൾ ഞാൻ ഒരു 4 ഹോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഹോളിലോട്ട് ഞാൻ ഒരു കമ്പി ഇറക്കി കൊടുക്കുവാണ്. ഇനി ഇതിനകത്തോട്ട് ഇതുപോലൊക്കെ ഒരു വളയം ഇട്ട് കൊടുക്കുവാണ്. ഈ വളയം നേരത്തെ എൻ്റെ ഇരുന്നാണ് നമ്മൾ ഫിഷ് ട്രാപ്പ് ചെയ്ത സമയത്ത് ഉണ്ടാക്കിയെടുത്ത വളയാണ്. അത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കേബിൾ ടൈയോ നിങ്ങളുടെ എന്താണെന്നുള്ളത് വെച്ച് നമുക്ക് ഇത് 4 കെട്ടിക്കൊടുക്കാം. എൻ്റെ കേബിൾ ടൈ ഇരുന്നുകൊണ്ടാണ് ഈ കേബിൾ ടൈനെ യൂസ് ചെയ്യുന്നത്. ബാലൻസ് ചെയ്യുന്ന കേബിൾ ടൈൽ കട്ട് ചെയ്ത് നമുക്ക് കളയാം. ഇനി ഇതിലത്തെ കുറച്ച് തോരണം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് തോരണം എന്നൊന്നും അറിയത്തില്ല. ഇത് നമുക്കിനി ഇതിലോട്ട് കെട്ടിക്കൊടുക്കാം. ഇതിനടിയിലൊരു കമ്പി ഉണ്ട് കേട്ടോ. ഈ കമ്പി നമുക്ക് ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് മേപ്പോട്ടങ്ങ് എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഇരുന്ന തോരണം തീർന്നു പോയതുകൊണ്ട് ഞാൻ വീണ്ടും പോയി കുറച്ച് തോരണം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അന്യ വിലയാണ് കേട്ടോ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ക്രിസ്മസ് ഒക്കെ വരുന്നതിന് മുമ്പ് മേടിച്ച് വെക്കണം, അല്ലെങ്കിൽ അന്യ വില ഈടാക്കും. എന്തായാലും നമുക്കിത് ബാക്കിയൂടെ കെട്ടിക്കൊടുക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു അമ്മൻകുടത്തിൻ്റെ കൂട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ ലൈറ്റൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ ലൈറ്റൊക്കെ ഇടുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലുള്ള കുറച്ച് അലുകൂലത്തെ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ഈ അലുക്കുലത്തെല്ലാം നമ്മുടെ ക്രിസ്മസ് ട്രീ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബൾബ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മാല ബൾബ് സെറ്റ് ചെയ്യണം. മാല ബൾബ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിനകത്തോട്ടുള്ള കണക്ഷൻ എല്ലാം എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഈ PVC ബോക്സ് ഒരു ഹോൾട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ 12 വോൾട്ടിൻ്റെ ഫീമെയിൽ സോക്കറ്റ് ഈ PVC ബോക്സിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഞാൻ ആ ഫീമെയിൽ സോക്കറ്റിൽ നിന്ന് 2 വയർ സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ അകത്തോട്ട് ഈ പൈപ്പിനകത്തൊരു ഹോൾട്ട് കൊടുക്കാം. ഇത് കാണാത്ത രീതി വേണം ഹോൾട്ട് കൊടുക്കാം. അപ്പോൾ വയർ കിടക്കുന്ന വൃത്തിയിടം കൊഴിഞ്ഞ് കിട്ടും. ഹോൾട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൊരു ഹോൾട്ട് കൊടുക്കാം.
ഇതുവഴി നമുക്ക് വയർ പുറത്തോട്ട് എടുക്കാനുള്ളതാണ്. ഓക്കെ, 2 ഹോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഫീമെയിൽ സോക്കറ്റിൽ നിന്നുള്ള വയർ നമ്മുടെ കറക്റ്റ് ഈ ഹോളിൽ നിന്ന് എടുത്ത് ഇപ്പുറത്തോടെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വയർ കയറിപ്പോകുന്ന ആ ഒരു വൃത്തിയുടെ അങ്ങ് ഒഴിവാകും. ഇനി നമുക്ക് സ്ക്രൂ ഉപയോഗിച്ച് ഈ PVC ബോക്സ് ക്ലോസ് ചെയ്യാം. ഇനി ഞാൻ വാങ്ങി വെച്ചിരിക്കുന്ന ഈ 4 ബൾബ് കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരുവിധം നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു നോർമൽ LED ബൾബ് ആയതുകൊണ്ട് ഇതിന് ഡാൻസ് ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഡാൻസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക മൊഡ്യൂൾ മേടിച്ചിട്ടുണ്ട്. ഈ മൊഡ്യൂൾ ഞാൻ ജസ്റ്റ് പരിചയപ്പെടും. നമ്മുടെ ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ പോയി ചോദിച്ചാൽ മതി, 12 വോൾട്ടിൻ്റെ ഡാൻസിങ് ടൈപ്പ് മൊഡ്യൂൾ ചോദിച്ചാൽ മതി. ഈ മൊഡ്യൂൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിന് ഏകദേശം ഒരു 40-50 രൂപ കണ്ടായിരുന്നു വില. അപ്പോൾ ഇതോടെ നമുക്ക് കണക്ട് ചെയ്യാം. ഇതിനകത്ത് തന്നെ കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 12 വോൾട്ട് DC-ലോട്ട് പോകുന്ന കണക്ഷൻ, അതുകൊണ്ട് LED പോകുന്ന കണക്ഷൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്ത് പല മോഡുകളും ഇതിനകത്ത് നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതോടെ കൊടുക്കാം. നമുക്ക് LED-ലോട്ട് പോകുന്ന കണക്ഷൻ നമുക്ക് ഇതിലോട്ട് വെച്ച് ജോയിൻറ്റ് ചെയ്യാം. ഈ LED-യുമായിട്ട് ജോയിൻറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ്. ഈ റെഡ് ലൈൻ റെഡിലോട്ടും ബ്ലാക്കിലോട്ടും. നമ്മൾ ഈ 12 വോൾട്ടിൻ്റെയൊക്കെ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് 4 ബൾബ് യൂസ് ചെയ്ത് നമുക്ക് പേടിക്കണ്ട. ഈ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ആ സേഫ് ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. നേരെ മറിച്ച് നമ്മൾ ഈ AC പ്രവർത്തിക്കുന്ന നമ്മൾ നോർമലി വലിയ വിലയില്ലാത്ത സാധനം കിട്ടത്തില്ലേ, അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം അതിൽ എല്ലായിടത്തും ഭാഗത്തും ഷോക്ക് അടിക്കും. നമുക്ക് കുട്ടികളൊക്കെ പോയി വലിച്ചു പറിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ ഷോക്ക് അടിക്കും. നേരെ മറിച്ച് ഈ 12 വോൾട്ട് ആണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. എന്തായാലും നമുക്ക് ഇതിനകത്ത് ഇൻസുലേഷനോട് ചുറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ ഇൻസുലേഷൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൊഡ്യൂൾ ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അകത്തോട്ട് എടുത്തിട്ടുണ്ട്. അകത്തോട്ട് എടുത്തിട്ട് നമുക്ക് ഇതൂടെ കണക്ട് ചെയ്യാം. നമ്മുടെ അഡാപ്റ്ററിൽ നിന്ന് വരുന്ന റെഡും ബ്ലാക്കൂടെ കണക്ട് ചെയ്യാം. അത് നമ്മളില്ലേ പൈപ്പിനകത്തോടെ എടുത്തില്ലേ, ആ കണക്ഷൻ നമുക്ക് കണക്ട് ചെയ്യാം. ഇത് നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് കവർ ചെയ്യാം. ഇനി നമുക്ക് ഇത് തിരിച്ച് വെച്ചിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇത് വെച്ചിട്ട് കേബിൾ ടൈ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിതിനകത്ത് ഈ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പുറത്ത് കാണത്തില്ല. അപ്പോൾ ഗായ്സ്, നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് പവർ സപ്ലൈ കൊടുക്കാം. പവർ സപ്ലൈ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഫീമെയിൽ സോക്കറ്റോട് കണക്ട് ചെയ്ത് കൊടുക്കാം. യെസ്, അടിപൊളി. ബൾബെല്ലാം കത്തുന്നുണ്ട്. സൂപ്പർ. ഇതിനകത്ത് നമുക്ക് മോഡ് മാറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് ആ അടിയിലത്തെ ആ സ്വിച്ചിലോട്ട് നോക്കിയിട്ടേ മോഡ് മാറ്റി കൊടുക്കാം. ഇതിന് മോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മോഡിലോട്ട് ഇത് നമുക്ക് മാറ്റാൻ പറ്റും, ഈ ബൾബ് കത്തുന്നത്. അപ്പോൾ എന്തായാലും ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്തു. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചാനൽ ലേറ്റായി പോയി. അതെനിക്ക് സമയം കിട്ടില്ല ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാം ട്രൈ നോക്കുക. ഇതുവരെ ക്രിസ്മസ് ട്രീ ചെയ്തിട്ടില്ലാത്തവരുടെ ട്രൈ നോക്കുക. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിച്ച് വെക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ കുറേ ഉണ്ടാക്കി വെക്കുമെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് ട്രൈ നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക്